ഷാജഹാൻ എന്ന പേരിലായിരുന്നു സവാദ് 2 വർഷമായി മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. മട്ടന്നൂരിനടുത്തെ ബേരത്ത് വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം താമസം. മരപ്പണിക്കാരനായിരുന്ന സവാദ് കാസർഗോഡ് സ്വദേശിയാണെന്നായിരുന്നു നാട്ടുകാരോട് പറഞ്ഞത്. ബേരത്ത് നിന്ന് സുനിൽ ഐസക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 13 വർഷമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പലതും അരിച്ചുപറക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന കൈവെട്ട് കേസിലെ പ്രതി സവാദ് കഴിഞ്ഞ 2 വർഷമായി ഒളിവിൽ താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്. മട്ടന്നൂരിനടുത്ത് ബേരം എന്ന സ്ഥലത്തെ ഒരു വാടക വീടാണിത്. ആ വീട്ടിൽ 2 വർഷമായി ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമൊപ്പമാണ് സവാദ് താമസിച്ചിരുന്നത്. ഷാജഹാൻ എന്ന കള്ളപ്പേരിലായിരുന്നു ഇവിടുത്തെ താമസം. ഇതിനു മുമ്പും മട്ടന്നൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളിലായി സവാദ് മാറി മാറി താമസിച്ചിരുന്നു. കാസർഗോഡ് സ്വദേശിയാണെന്നായിരുന്നു ഈ നാട്ടുകാരോടൊക്കെ സവാദ് പറഞ്ഞിരുന്നത്. മാത്രമല്ല മരപ്പണിയായിരുന്നു ജോലി. ഇതിനോട് ചേർന്നുള്ള ഒരു വീട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സവാദ് ജോലിയെടുക്കുന്നുണ്ട്. അതുപോലെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ മരപ്പണിയെടുക്കുന്നു. അങ്ങനെയായിരുന്നു കുടുംബം പോറ്റിയിരുന്നതെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. എന്തായാലും പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രമാദമായ കേസിലെ പ്രതിയാണ് ഇവിടെ ഒളിവിൽ താമസിക്കുന്നത് വ്യാജ പേരിലെന്ന് ഒരു ഘട്ടത്തിലും അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്നലെ അർദ്ധരാത്രി NIA സംഘം ഇവിടെ എത്തി സവാദിനെ കസ്റ്റഡിയിലെടുത്ത് പോകുമ്പോഴും ഇത്തരമൊരു കേസിലെ പ്രതിയെന്ന് നാട്ടുകാർക്കറിയില്ലായിരുന്നു. മറിച്ച് ഏതോ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റെന്നാണ് നാട്ടുകാർ ഇന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരും വരെ കരുതിയിരുന്നത്. എന്തായാലും എങ്ങനെയാണ് സവാദ് ഇവിടെ എത്തിയത്? ഇത്ര കാലം എങ്ങനെ സവാദിന് ഒളിവിൽ കഴിയാൻ സാധിച്ചു? ആരാണ് സവാദിനെ സഹായിച്ചത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുമുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് സവാദിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകളോടൊക്കെ സംസാരിച്ചു. അവർക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നില്ല. ഇവിടെ വാടക വീട്ടിലാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ നമ്മളോട് ഷാജഹാൻ എന്നാണ് പേര് പറഞ്ഞത്. ഇവിടെ ആശാരിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരത്തെ ആശാരിപ്പണി ചെയ്യാൻ മറ്റ് മേഖലകൾക്കാണ് ഈ പ്രദേശത്ത് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിലകത്താണ് ജോലി ചെയ്യുന്നത്, ആശാരിപ്പണി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങൾ കണ്ട് ലോഗ്യം ചെയ്തതാണ്. അപ്പോൾ കൂലി എത്ര കിട്ടും? 1200 റുപ്യ കൂലി കിട്ടും. അപ്പോൾ എല്ലാം പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് പിടിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് ഇയാളുടെ പേര് ഷാജഹാൻ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. കാസർഗോഡ് സ്വദേശിനിയായ ഒരു യുവതിയാണ് സവാദ് വിവാഹം കഴിച്ചിരുന്നത്. യുവതിക്കും പക്ഷേ ഇയാൾ ഒരു കൈവെട്ട് കേസിലെ പ്രതിയാണ്, ഇത്ര പ്രമാദമായൊരു കേസിലെ പ്രതിയാണെന്ന ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാണ് അവരുമായി സംസാരിച്ച അയൽവാസികൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും ഭാര്യ പറയുന്നുണ്ട്. എന്തായാലും ഭാര്യയും കുട്ടികളെയും ഭാര്യ സഹോദരൻ അല്പസമയം മുമ്പ് എത്തി അവരുടെ കാസർഗോഡ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു വലിയ കേസിലെ പ്രതി ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്നത് സ്വാഭാവികമായും ആരുടെയെങ്കിലും സഹായമില്ലാതെ അങ്ങനെ ഒളിവിൽ താമസിക്കാൻ കഴിയില്ല. അതാരൊക്കെയാണ്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരം കൂടി കണ്ടെത്തുക എന്നതായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ വരും മണിക്കൂറിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി.